Hi friends, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ സബ്വൂഫറും അതേപോലെ ആംപ്ലിഫയർ ഒക്കെ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊന്നും എൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാതെ ആയിട്ട് അപ്പോൾ നമുക്ക് ഇന്നൊരു വർക്ക് വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ഇമ്പോർട്ട് ബ്രാൻഡായിട്ടുള്ള ഓഡിയസിൻ്റെ ആംപ്ലിഫയർ, അതായത് മെയ്ഡ് ഇൻ ഇറ്റലിയാണ് നമ്മളെ ബ്രാൻഡ് വന്നിട്ട്. അതേപോലെ ഹെഡ്സിൻ്റെ ആംപ്ലിഫയറും കൊണ്ടുവന്നത്, 2 ആംപ്ലിഫയറും അതേപോലെ തന്നെ ഒരു JBL 10 ഇഞ്ചിൻ്റെ സബ്വൂഫറാണ് കേട്ടോ. അത് ഏകദേശം ഇപ്പം നിർത്തലാക്കിയിട്ട് ഒരുപാട് നാൾ ആയതാണ്. 10 ഇഞ്ചിൻ്റെ JBL സബ്വൂഫറാക്കാം മിക്കുള്ളവരും കാണാൻ ചാൻസ് കുറവാണ്. അതായത് GTA 4 സീരീസ് ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ സബ്വൂഫറും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നത്. വണ്ടി വന്നിട്ട് ആൾട്ടോ 800 ആണ്. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ വണ്ടിക്കകത്ത് നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാര്യം വയറിംഗ് കിറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്തൊരു സ്റ്റേബിളിൻ്റെ 3 പൈപ്പ് എയർ ഹോണും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്തൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്ന വയറിംഗ് കിറ്റ് വന്നിരിക്കും HOD എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ വയറിംഗ് കിറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇത് ഏകദേശം വന്നിട്ട് 1949 രൂപയാണ് കേട്ടോ. 1949 രൂപയാണ് ഇതിൻ്റെ MRP കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമ്മൾ സ്വിച്ചും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്താറ്. കാര്യം നമ്മൾ ഇതിനകത്ത് ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കിയ ആംപ്ലിഫയർ എന്ന് വെച്ചാൽ ഹെഡ്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ആംപ്ലിഫയറാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നോക്കിയത്. കാര്യം ഇതാണ് ഹെഡ്സ്. കണ്ടില്ലേ, ഹെഡ്സിൻ്റെ മോണോ ബ്ലോക്കാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നോക്കിയത്. ഹെഡ്സ് EP1D എന്ന് പറയുന്ന ഒരു മോഡൽ നമ്പറാണ് നമ്മൾ ഇൻസ്റ്റാളേഷൻ നോക്കിയത്. അപ്പോൾ സംഭവം നമുക്കിതൊരു പണി കിട്ടി. കാര്യം ഇതിന് ഈ ബ്രാൻഡഡ് ഐറ്റംസൊക്കെ റിമോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം വരും. അതായത് വോളിയം കൺട്രോളർ എന്ന് പറയുന്നത് ഇവിടെ ആയിട്ടാണ് വരുന്നത്. ആ സാധനം ഇല്ലാതെ ഈ ആംപ്ലിഫയർ വർക്കാവില്ല. അതായത് ഓണും കാര്യങ്ങളെല്ലാവും, ബട്ട് ഇത് വർക്കാവത്തില്ല. ഏകദേശം 410 RMS ആണ് ഇതിൽ നിന്ന് ഔട്ട്പുട്ട് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 640 RMSും ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹൈ ക്വാളിറ്റി ആംപ്ലിഫയറാണ് ഹെഡ്സ് എന്ന് പറയുന്നത്. ഹെഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെടിക്കെട്ട് ആംപ്ലിഫയറാണ് കേട്ടോ. അതേപോലെ വെടിക്കെട്ട് സാധനങ്ങളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കാര്യം ട്യൂട്ടറിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് 4500 മേലാണ് ട്യൂട്ടറൊക്കെ സ്റ്റാർട്ടപ്പ് തന്നെ തുടങ്ങുന്നത്. അത്രയ്ക്ക് ഹെവി ആയിട്ടുള്ളൊരു ബ്രാൻഡാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ അങ്ങനെ അധികം ആരും എടുത്തു വയ്ക്കാതെ അത് പോകത്തുന്നില്ല. കാര്യം വെച്ചാൽ നല്ല റേറ്റാണ്. രണ്ടാമത് തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനം കിട്ടാൻ വെച്ചിട്ട് പാടണം. പിന്നെ അതിൻ്റെ സർവീസ് കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഹെഡ്സ് വന്നിട്ട്. അതുകൊണ്ടാണ് മെയിൻ കാര്യം. പിന്നെ ഇരുന്നാൽ എത്ര കാലം വേണമെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഇല്ലാതെ വരുന്നുള്ളൂ. അത്രയ്ക്കും ഹൈ പെർഫോമൻസും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഇമ്പോർട്ട് ഐറ്റം ആയിട്ടുള്ള ഹെഡ്സ് കേട്ടോ. അപ്പോൾ ഹെഡ്സ് നമ്മൾ കണക്ട് ചെയ്യാൻ നേരത്ത് നമുക്ക് എല്ലാം സെറ്റ് ചെയ്ത്. കാര്യം നമുക്കത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിന് റിമോട്ടാണ്. അതായത് വോളിയം കുറയ്ക്കാനും കൂട്ടുവാനൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റാണ്. അത് ഈ ചില ബ്രാൻഡിലേക്ക് റിമോട്ടില്ലെങ്കിൽ ആംപ്ലിഫയർ എന്നുള്ള ഔട്ട്പുട്ട് നൽകത്തില്ല. അങ്ങനെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ. അതാണ് മിക്കുള്ള ബ്രാൻഡുകൾക്ക് ഉണ്ട്. അതായത് 100 സീറ്റ് സബ്വൂഫറൊക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തും ഇങ്ങനൊരു സംഭവം ഇല്ലെന്നുണ്ടെങ്കിൽ വർക്കാവത്തില്ല ചില 100 സീറ്റ് സബ്വൂഫറുകൾ. അതേപോലെ തന്നെ ആൽപിയന് ഇതിനെയൊക്കെ ഒരു റിമോട്ട് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും വർക്കാവത്തില്ല. കാര്യം എന്ന് വെച്ചാൽ സാധനത്തിനകത്ത് നമ്മൾ എത്ര കൂട്ടിയാലും കറക്റ്റ് ആവത്തില്ല. കാര്യം ഇത് ആയിട്ടുള്ള ഒരു ലിങ്കാണ് കേട്ടോ. പിന്നെ ഇതിനകത്തൊരു പ്രീ ഇന്നും വരുന്നുണ്ട്, ഒരു പ്രീ ഔട്ട്, പിന്നെ മാസ്റ്റർ പ്രീ ഔട്ട് വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്പീക്കർ ഇൻപുട്ടും വരുന്നുണ്ട്. ഇത്ര ഐറ്റംസ്. പിന്നെ മോണോ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ, മോണോ ബ്ലോക്ക് എന്ന് പറയുന്നത് സബിന് വേണ്ടി മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആംപ്ലിഫയറാണ് മോണോ ബ്ലോക്ക് എന്ന് പറയുന്നത്. നമ്മളെല്ലാം ചെയ്യുന്നത് ഓഡിയോ ആംപ്ലിഫയർ ആയിട്ടാണ് മോണോ ബ്ലോക്ക് കൊടുക്കുക. അതായത് ബ്രിഡ്ജ് ചെയ്യാൻ നേരത്ത് നമുക്ക് ഒരു ചാനലിൻ്റെ നെഗറ്റീവും ഒരു ചാനലിൻ്റെ പോസിറ്റീവും നമ്മൾ എടുത്ത് ചെയ്യാൻ നേരത്ത് ബ്രിഡ്ജ് ആവും. അതായത് 2 ചാനലിൻ്റെ ഇൻപുട്ട് നമുക്ക് കിട്ടും. അതാണ് നമ്മൾ ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കുന്നതിന് ഹെവി പവർ. അതായത് ഒരു 2 ഓമിലോട്ട് 4 ഓമിലോട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്ന കേട്ടോ. പിന്നെ ഇതാണ് നമ്മളെ ആംപ്ലിഫയറിൻ്റെ ബോക്സ് കേട്ടോ. ഓഡിസൻ്റെ ആംപ്ലിഫയറിൻ്റെ ബോക്സാണ്. ഏകദേശം നമ്മൾ ഇതിൻ്റെ ഒരു RMS എന്ന് പറയുന്നത് 130 to 4 ഓം 2 ഓമിലോട്ട് പോകുന്ന നേരത്ത് 250 RMS ആണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ 2 ചാർജിങ്, അതായത് 2 ഓമിലോട്ട് ബ്രിഡ്ജ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. കാര്യം ഇത് ഓഡിയോ ആംപ്ലിഫയറാണ്, ഇത് ഒരിക്കലും മോണോ ബ്ലോക്ക് ആംപ്ലിഫയർ അല്ല. ഇപ്പോൾ ബ്രിഡ്ജ് ചെയ്ത് കൊടുക്കുന്നത് 200 to 1 ഹോമിൽ എടുക്കുമ്പോൾ 700 RMS നമുക്ക് ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും. ഏകദേശം 1100 വാട്ട്സാണ് വരുന്നത്. ഇതൊരു ഓഡിയോ ആംപ്ലിഫയർ ആണ് കേട്ടോ. ഇതിൻ്റെ സീരിയൽ നമ്പർ വന്നിട്ട് ഓഡീസൺ, അതേപോലെ തന്നെ LRX 14.1K ആണ് ഈ ആംപ്ലിഫയറിൻ്റെ പേര് വരുന്നത്. അതിൻ്റെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ അതാണ്. അതേപോലെ തന്നെ ഇത് മെയ്ഡ് ഇൻ ഇറ്റലിയിലെ ഒരു പ്രോഡക്റ്റാണ്. അതായത് നമ്മുടെ സ്റ്റെബൽ മെയ്ഡ് ഇൻ ഇറ്റലി എന്ന് പറയുന്നത്. അതേപോലെ ഈ ഒരു ബ്രാൻഡും മെയ്ഡ് ഇൻ ഇറ്റലിയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ആംപ്ലിഫയർ. സംഭവം ഇവനാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് സബിന് ഉള്ള പ്രീ ഔട്ടും കാര്യങ്ങളും ഒന്നും വരത്തില്ല. ഇത് വേറൊരു സെറ്റപ്പ് ടൈപ്പാണ് കേട്ടോ. നമുക്കിവിടെ ഒരു പ്ലസും അതേപോലെ തന്നെ ഒരു മൈനസും കൊടുക്കാനായിട്ട്, ബാറ്ററി പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. അതേപോലെ നമുക്ക് റിമ്മ് നോർമലി കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് റിമ്മ് കൊടുക്കാനുള്ള ഓപ്ഷൻ നമുക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ടെങ്കിലും ബട്ട് നമ്മൾ ഇതിനകത്ത് റിമ്മ് കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ആയിട്ട് നമുക്ക് സ്പീക്കറിൽ നിന്ന് ഡയറക്റ്റാണ് നമ്മളിതിൻ്റെ ഓഡിയോ ഇന്നെടുക്കുന്നത്. RC ഔട്ട് നമ്മൾ എടുക്കുന്നത് സ്പീക്കറിൽ നിന്ന് കൊണ്ടുവന്ന് ഡയറക്റ്റ് സ്പീക്കറിലേക്ക് ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കാര്യം ഇതിനകത്ത് വേറൊരു സാധനം കൂടെ ഉണ്ട്, ഒരു കുഞ്ഞൻ സാധനമുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഇതാ ഇതാണ് സാധനം, കണ്ടില്ലേ? ഈ സാധനം കണ്ട, ഈ സാധനത്തിന് ആ സ്പീക്കർ ഔട്ട് കയറ്റിയതിന് ശേഷമാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. പിന്നെ ഇത് രണ്ട് ഔട്ട്പുട്ടാണ്, അതായത് അടുത്തൊരു ആംപ്ലിഫയറോട് കണക്ട് ചെയ്യാനുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ വേറൊരു ഓഡിയോ എടുക്കാനായിട്ടുള്ള ഔട്ട്പുട്ടാണ് ഈ ഒരു തന്നിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ 2-3 ഫിറ്റ്മെൻറ്റ് ഈ ഒരു ആംപ്ലിഫയറിൻ്റെ കൂടെ വരും. നമുക്ക് എങ്ങനെയൊക്കെയാണ് ആവശ്യമുള്ളത്. പക്ഷേ ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നുകൊണ്ട് ഇത് യൂസ്ഡ് എടുത്തത് കൊണ്ടുമായിരിക്കാം എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൂടെ ബാക്കി ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ഇതിൻ്റെ കൂടെ വന്നിട്ടില്ല. അപ്പോൾ ഇത് ഇട്ടാണ് കേട്ടോ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നത്. അത് ഇതാ ഈ ഒരു പോയിൻറ്റിനകത്ത് സെറ്റ് ചെയ്താണ് ചെയ്യുന്നത്. നല്ല വെയിറ്റ് ആണ് കേട്ടോ സാധനം. അത് മാത്രമല്ല ഏകദേശം ഒരു വലിയ ആംപ്ലിഫയർ എന്ന് വെച്ചാൽ ഭയങ്കര നീളമുള്ള ഒരു ആംപ്ലിഫയറാണ്. നമ്മൾ സാധാരണ ഒരു ഹെഡ്സ് തന്നെ ഏകദേശം 1 അടിക്ക് മേളിലുള്ള ഒരു ആംപ്ലിഫയറാണ് ഹെഡ്സ്. അതുകൊണ്ട് നമ്മൾ നാലഞ്ചിൻ്റെ നീളമൊക്കെ നോക്കി. അതേപോലെ തന്നെ ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം കൺട്രോളർ, അതായത് ഓഡിയോ കൺട്രോളർ നമ്മൾ ഒരു സേഫായിട്ടാണ് സെറ്റ് ചെയ്തത്. ഇതേപോലൊരു പോർഷനകത്താണ് സെറ്റ് ചെയ്തതാണ് കണ്ട. അതാണ് കേട്ടോ ഇതിൻ്റെ വേറൊരു പ്രത്യേകത. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. ഞാൻ അടുത്തൊരു ആംപ്ലിഫയറിൽ കാണാത്തൊരു സെറ്റപ്പും കൂടെയാണ് കേട്ടോ ഈ സാധനം. പിന്നെ നമ്മൾ സബ്ബൂഫർ വന്നിട്ട് JBLൻ്റെ 1700 വാട്ട്സിൻ്റെ സബ്ബൂഫറാണ് വന്നിരിക്കുന്നത്. ഏകദേശം 250 വാട്ട്സ് RMS ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 10 ഇഞ്ചിൻ്റെ സബ്ബൂഫറാണ് കേട്ടോ. ഇത് ഏകദേശം ഞാൻ അവസാനം എൻ്റെ ഒരു ഓർമ്മയിൽ കാണുന്നുണ്ടെങ്കിൽ 2016-2017 ആ ഒരു ടൈം തൊട്ട് ഞാൻ ഈ സംഭവം കാണാതായതാണ്. കാര്യം അധികം ആരെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ഈ സംഭവം ഏറ്റവും കൂടുതലുണ്ട് ആ ടൈമിൽ എർട്ടിക്ക ഇറങ്ങുമ്പോൾ എർട്ടിക്കയിലെ ബൈക്കിൽ നമുക്ക് സ്പേസ് ഇല്ല, അതായത് സബ്ബൂഫർ വയ്ക്കാനായിട്ടുള്ള സ്പേസ് കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഈ ടൈപ്പ് JBLൻ്റെ 10 ഇഞ്ചിൻ്റെ ട്യൂബ് ഇറങ്ങിയും അതേപോലെ തന്നെ അത് വെച്ചിട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ആ ഒരു ഓർമ്മ എനിക്കുള്ളത്. അതിന് ശേഷം പിന്നെ എല്ലാവരും പഞ്ച് ബോക്സിലോട്ടൊക്കെ മാറുകയൊക്കെ ചെയ്തതിന് ശേഷം മുതലാണ് നമ്മൾ ഈ JBLൻ്റെ ഒരു 1000 വാട്ട്സിൻ്റെ അതായത് 10 ഇഞ്ചിൻ്റെ സബ്ബൂഫർ നമ്മുടെ മനസ്സിൽ നിന്നും പോയതും സ്ഥലം വിട്ടൊക്കെ ആ ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും നമ്മളിതൊന്ന് കണക്ട് ചെയ്യാം. നമ്മുടെ വയറിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം വലിച്ചു വിട്ടിട്ടുണ്ട്. ഇനി അതെല്ലാം സെറ്റ് ചെയ്യണം. സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ അതിനകത്ത് ഓഡിയോ ഇട്ട് കേൾപ്പിച്ചു തരാം. നമ്മൾ സബ് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പവർ ബട്ടണും കാര്യങ്ങളും എല്ലാം നമുക്ക് ഈ ഒരു പോർഷനാണ് വരുന്നത്. അത് കണ്ടോ, അതൊക്കെ നമ്മൾ സേഫായിട്ട് പൊടിയൊന്നും കയറാത്ത രീതിയിൽ നമുക്ക് സീൽ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് കമ്പനി അത്. പിന്നെ അതാ ഇവിടെ ഓഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് അതിൻ്റെ ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നമുക്ക് ലൈറ്റിൽ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും കേട്ടോ. അങ്ങനെയാണ് സെറ്റ് ചെയ്താൽ നമ്മളിതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിയും. ഫുള്ള് സെറ്റ് ചെയ്തു. ക്വാളിറ്റി ഉണ്ടോ? ഞാൻ എങ്ങനെയാണ് ഓരോ സ്റ്റീരിൽ സെറ്റ് ചെയ്യണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ജസ്റ്റ് സെറ്റിങ്സിനകത്ത് ഓഡിയോക്കകത്ത് ബാസ് മാക്സിമം ഒരു 3 കിട്ടുന്നത് കേട്ടോ. ബാസ് മാക്സിമം ഒരു 3 ഇടത്തുള്ളൂ. പിന്നെ എടുത്തതിന് ശേഷം പിന്നെ ഐപാസ് സെറ്റിങ്സ് ഞാൻ അതുപോലെ 63 ഹെഡ്സ് അല്ലെങ്കിൽ ഒരു 15 ഹെഡ്സ് ഇട്ടേക്കും. പിന്നെ SL നമ്മുടെ ഓഡിയോ ആണ് കേട്ടോ. നമുക്ക് എത്ര ഓഡിയോ നമ്മൾ അതൊരു സ്റ്റീരിയൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. പിന്നെ ഫ്രണ്ട് 0 ആയിരിക്കും. കാര്യങ്ങളൊക്കെ തന്നെ ഫുള്ള് സെറ്റ് ചെയ്തോട്ടെ. ആംപ്ലിഫയറും അതേപോലെ സബും എല്ലാം നമ്മളങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഓഡിസൻ്റെ ആംപ്ലിഫയർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. അതേപോലെ JBLൻ്റെ സബ് നമ്മൾ ഒരുപാട് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിലും 10 ഇഞ്ചിൻ്റെ സബ്ബൂഫർ ഞാനിപ്പോൾ ഈ അടുത്ത സമയത്ത് റയറായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തത്. ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 1 കൊല്ലത്തിനടുത്ത് ഇപ്പോൾ ആദ്യത്തെ സബ്ബാണ് ചെയ്തത്. അതേപോലെ ഓഡിഷൻ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ ഹെഡ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ഫീൽഡ് വന്ന ടൈം തൊട്ടേ ഞാൻ ഒരുപാട് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് നല്ലോണം അറിയായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നാലും പുറത്തുനിന്ന് കൊണ്ടുവന്നത് നമ്മളിവിടെ മേക്ക് ചെയ്യുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ നേരത്തെ ആൾക്കാർ പറഞ്ഞത്. അതൊക്കെ ചുമ്മാണ്. ഹെഡ്സൊക്കെ വന്നിട്ട് ഇമ്പോർട്ട് ബ്രാൻഡാണ്. അതേപോലെ ഓഡിസനൊക്കെ ഞാൻ പുറത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത്. ഇവിടെ അങ്ങനെ അധികം ആരും സെല്ല് ചെയ്യുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല.
അപ്പോൾ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ വീണ്ടും വരാം. ബൈ.